നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ ഓഫീസിൽ വെച്ച് നടന്ന സംഭവമായതുകൊണ്ട് മാഡത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് വേണ്ടിവരും. അത് ചീഫ് എഞ്ചിനീയർ ആയിട്ടല്ല, ഒരു വിറ്റ്നസ് ആയിട്ട്. അതിനെന്താ സർ, നോ പ്രോബ്ലം. മാഡം എൻക്വയറി കമ്മീഷന്റെ മുന്നിൽ വരേണ്ടി വരും. ഷുവർ, ഞാൻ വരാം. എപ്പോഴാണ് വരേണ്ടത്? ആഫ്റ്റർ 3 o'clock. ഓക്കെ, ഡെഫിനറ്റ്ലി ഞാൻ വരാം. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം ജെനുവിനാ. അവരുടെ കരിയറിൽ ബ്ലാക്ക് മാർക്ക് വീഴില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്റെ തോട്ട്സ് റോങ് ആയി പോയിന്ന് എനിക്കിപ്പോ തോന്നാ. അങ്ങനെ ചിന്തിക്കുമ്പോ വിഷമമുണ്ട്. ഗവൺമെന്റ് എത്ര നല്ല പ്രോജക്റ്റ് കൊണ്ടുവന്നാലും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുള്ളത് കൊണ്ട് അതിന്റെ ഗുണം ചിലർക്കൊക്കെ കിട്ടാതെ പോവാ. രാഷ്ട്രീയത്തിൽ പലതും നടക്കും, പക്ഷെ ഉദ്യോഗസ്ഥർ ജെനുവിൻ ആയാൽ മതി. എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. എന്റെ പോളിസി അതാ. തെറ്റ് ചെയ്യുന്നവരുടെ പൊസിഷൻ നോക്കേണ്ട ആവശ്യമില്ല, പണിഷ്മെന്റ് കിട്ടണം. മറ്റുള്ള ഉദ്യോഗസ്ഥർക്ക് അതൊരു പാഠമാവണം. സർ, എന്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഈ കേസുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. താങ്ക്സ് മാഡം. സർ, ഒരു കാര്യം, ആകാശ് കൈക്കൂലി വാങ്ങിയെന്ന് തെളിഞ്ഞ എന്ത് പണിഷ്മെന്റ് ആകാശിന് കിട്ടാൻ പോകുന്നേ? അതൊരു പക്ഷേ സസ്പെൻഷൻ ആവാം, അല്ലെങ്കിൽ ഡിസ്മിസ് ആണ്. ഓക്കെ മാഡം, താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ സർ, യു വെൽക്കം. എന്നെ രക്ഷിക്കണം. രക്ഷിക്കണം. You're dismissed. Get out. വക്കീലെ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ക്ഷമിക്കണം മാഷെ, ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇതിപ്പോ ആരോടും പറയണ്ട. കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. തെളിവുകളെല്ലാം ആകാശിനെതിരാണ്. ആകാശിന്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റും പ്രധാനപ്പെട്ട തെളിവായി കണക്കാക്കും. ചീഫ് എഞ്ചിനീയർ ആകാശിന് ഫേവറായി സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ കേസ് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവും. മാഷിനോട് പറയാൻ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പറയുക. കേട്ടത് വെച്ച് നോക്കുമ്പോ ചീഫ് എഞ്ചിനീയർ ആകാശിന് എതിരായിട്ടായിരിക്കും സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ എന്ത് നടക്കാം. എല്ലാം നേരിടാൻ മനസ്സിനെ പാകപ്പെടുത്തി വെക്കണം. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെ എല്ലാവരും ചേർന്ന് ശിക്ഷിക്കാൻ പോവാണ്. സത്യവും നീതിയൊക്കെ വെറും വാക്കുകളിൽ മാത്രമാണ് വക്കീലെ. അതിനൊന്നും ഒരു വിലയില്ലേ? മാഷിന്റെ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. എനിക്കെന്നല്ല, ആർക്കും മറുപടി തരാൻ പറ്റില്ല. എൻക്വയറി കഴിഞ്ഞാൽ ഇതിനൊരു ഉത്തരം കിട്ടും. ആ ഉത്തരം നമുക്ക് എതിരായ ആകാശിനെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട് മാഷെ. മാഷെ, നന്മയുള്ളവർക്ക് എന്നും സങ്കടങ്ങൾ മാത്രമേ കിട്ടൂ എന്ന് പറയുന്നത് സത്യമല്ലേ? ഇല്ലെങ്കിൽ എന്റെ മോനെ ഈ അവസ്ഥ ഉണ്ടാവില്ലല്ലോ വക്കീലെ. ഞാൻ ഇനി എന്ത് ചെയ്യും?
അവൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയ ജോലിയാണ്. അവൻ ആ ജോലിക്ക് പോയപ്പോ എന്തൊരു സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവരും ചേർന്നവനെ കൈക്കൂലിക്കാരനാക്കി.